ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സമയത്ത് ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. സോ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിതൊന്ന് തീർന്നിട്ടിയാൽ മതി എന്നായി. പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഹായ്. ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത, അറിയാത്ത ഒരാളോട് തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയില് വിന്നർ ആവാൻ പറ്റും. അതും മികച്ച ആങ്കേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോയില് പറ്റും. അതിന്റെ സീക്രട്ട് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വെറുതെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, തെളിവുണ്ട് തരാം. ഇത് ഞാൻ 2023 മനോരമ മാക്സിന്റെ ദി നെക്സ്റ്റ് ടോപ്പ് ആങ്കർ എന്നുള്ള ഒരു റിയാലിറ്റി ഷോയില് വിന്നർ ആയപ്പോ എനിക്ക് കിട്ടിയ ട്രോഫിയാണ്. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. മഴവിൽ മനോരമയുടെ OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മനോരമ മാക്സിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അധിക പേരും അത് കണ്ടിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്റെ കൂടെ മത്സരിച്ച എല്ലാവരും എന്നെ പോലെയല്ല, നല്ല കഴിവുള്ളവരായിരുന്നു. സത്യത്തിൽ എനിക്ക് ക്യാമറ, മൈക്ക്, സ്റ്റേജ് ഇതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ്. എന്റെ കൂടെ മത്സരത്തിനുണ്ടായിരുന്ന എല്ലാവരും നന്നായി സംസാരിക്കുന്നവരായിരുന്നു, നല്ല ടാലന്റ് ഉള്ള ആൾക്കാരായിരുന്നു. 2023, 24, 25, 26 ഇത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്റെ കഥ പറയാൻ വേണ്ടി മാത്രമല്ല, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് ആ റിയാലിറ്റി ഷോയിൽ വിന്നർ ആവണമെന്നോ വലിയ ആങ്കർ ആവണമെന്നോ ഫെയിം വരണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ആ റിയാലിറ്റി ഷോയിലേക്ക് അപ്ലൈ ചെയ്തത്. എന്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്ക് അതിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും വിഷമവും ഒക്കെ ഉണ്ടായി. അത് മറക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ എന്റെ തോട്ട്സും എന്റെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് വേറെ കുറച്ച് ടെൻഷൻ വരുമല്ലോ, പിന്നെ നമ്മൾ അതിന്റെ പുറകെ പൊക്കോളൂല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ റിയാലിറ്റി ഷോയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ആ ഓഡീഷൻ. ക്യാമറ എന്നല്ല, അറിയാത്ത ഒരാൾ വന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് നോക്കിയാൽ ഇനിയിപ്പോ ഞാൻ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പോലും നെർവസ് ആവുന്ന ആളാണ് ഞാൻ. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷെ ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ആക്ടിങ്ങിൽ സംസാരമില്ലേ, അങ്ങനത്തെ അല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നില്ലേ, അതെനിക്ക് പറ്റില്ല. ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് അത് ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോടേ ഇരിക്കാനോ എനിക്ക് പറ്റില്ല. അതല്ല, ആക്ടിങ്ങിന് വേണ്ടി എനിക്കൊരു ജസ്റ്റ് ഡയലോഗ് വന്നു കഴിഞ്ഞാൽ അതേ നന്നായിട്ട് ചെയ്യും. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ക്യാമറയുടെ മുന്നിൽ റിയൽ ആവാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. തോറ്റു പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സമയത്ത് ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു. ഓഡീഷന് സെലക്ട് ആയതിനു ശേഷം അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപേ ഞാൻ ഒരു റെഡ് ഡ്രസ് ഇട്ടിട്ട് ഫിനാലെ സ്റ്റേജിൽ ആ ട്രോഫി കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഞാൻ മനസ്സിൽ കാണുമായിരുന്നു. എന്റെ ഡയറിയിൽ ഞാൻ അത് എഴുതി വെച്ചിരുന്നു. അപ്പൊ അത് വായിക്കുകയും ചെയ്യും. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ അങ്ങനെ ഒരു റെഡ് ഡ്രസ് അന്നില്ലായിരുന്നു. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മളെ സ്ട്രെസ് ലെവൽ ഇങ്ങനെ കൂടി വരും. സോ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിതൊന്ന് തീർന്നിട്ടിയാൽ മതി എന്നായി. അപ്പൊ നമ്മള് എല്ലാ റൗണ്ടിലേക്കും ഉള്ള ഡ്രസ്സ് കരുതി വെക്കണം. നമ്മളിപ്പോ ഒരു റൗണ്ടിൽ വിൻ ആയി കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു 5 ഡ്രസ്സ് നമ്മൾ കൈ പിടിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഫിനാലെ വേണ്ടി അന്ന് ആ സ്ട്രെസ്സിൽ പ്ലാൻ ചെയ്ത ഡ്രസ്സ് ഒരു ബ്ലാക്ക് ആണ്. ആക്ച്വലി ഇമാജിൻ ചെയ്ത റെഡ് ആണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തൊരു ബ്ലാക്ക് ഡ്രസ് ആണ്. പക്ഷെ ഫിനാലയുടെ അന്ന് എന്തോ കാരണം കൊണ്ട് ഇവരൊരു റൗണ്ട് ഒഴിവാക്കി കളഞ്ഞു, ക്യാൻസൽ ചെയ്തു. ആ റൗണ്ടിലേക്ക്, അതെന്തോ പെർഫോമൻസ് റൗണ്ട് എന്തോ ആയിരുന്നു. അപ്പൊ ആ റൗണ്ടിലേക്ക് ഞാൻ ഇടാൻ വെച്ചത് ഒരു റെഡ് ഡ്രസ് ആയിരുന്നു. അതിനധികം വിലയൊന്നുമില്ല, ഒരു 300 രൂപ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റോ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. കാരണം അന്ന് എന്റെ കയ്യിൽ പൈസ പോലും ഇല്ല ഈ ഡ്രസ്സ് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി. ഞാൻ ആ ബ്ലാക്ക് ഡ്രസ് ഇല്ലേ, അത് ഏതോ ഷോപ്പുകാരുമായിട്ട് ഒരു ദിവസം ഇട്ടിട്ട് തിരിച്ചു തരാൻ അങ്ങനെ എന്തോ കൊളാവ് പോലെയോ മറ്റോ വാങ്ങിച്ചതാണ്. ഫിനാലയുടെ സമയത്തുള്ള സ്ട്രെസ് കാരണം എനിക്ക് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന ഡ്രസ്സ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ണി കണ്ട 5-6 ഡ്രസ്സിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോ സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടി ഞാൻ 5 ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചു. പക്ഷെ എല്ലാം കൂടെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോ റെഡ് ഇട്ടിട്ട് എനിക്ക് ഫിനാലെ കയറേണ്ടി വന്നു. അന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് ഇതാണ്. അതായത് മാസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയ കിടക്കുന്നതിന് മുന്നേ എന്നും കാണാറുള്ള ആ സീൻ അതേപടി സംഭവിച്ചു. ആങ്കർ ആവാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കാത്ത ഒരാള് എന്തിനാ റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്തു അല്ലെങ്കിൽ എന്തിനാ ട്രോഫി നേടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഇതിനെ ആവാം, പക്ഷെ ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇത് മാനിഫെസ്റ്റേഷൻ ആണെന്നോ ലോ ഓഫ് അട്രാക്ഷൻ ആണെന്നോ ഒന്നും അറിയാതെ ഞാനിതൊക്കെ പരീക്ഷയുടെ സമയത്ത് ചെയ്തിരുന്നു. മിക്കവാറും ഞാൻ പഠിക്കുന്നത് പരീക്ഷയുടെ 1-2 ദിവസത്തിന് മുന്നേ ആയിരിക്കും. അത് ക്രിസ്മസ്, ഓണം അതിനൊന്നും ഞാൻ പഠിക്കത്തില്ല. അല്ലാതെ മറ്റേ മെയിൻ കൊല്ലപ്പരീക്ഷ ഇല്ലേ, ആ സമയത്ത് മാത്രം പരീക്ഷയുടെ തലേന്ന് ഞാൻ ഇരുന്ന് പഠിക്കും. അതുവരെ ഉഴപ്പിയടിച്ച് നടക്കും. അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോയി ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് വീണ്ടും അരമണിക്കൂർ ഇരുന്ന് പഠിക്കും, 5 മിനിറ്റ് നാപ്പ് എടുക്കും. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണി മുതൽ പിറ്റേന്ന് ഒരു 8 മണി വരെ ഞാൻ ഈ പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉറങ്ങത്തില്ല. അരമണിക്കൂർ പഠിക്കും, 5 മിനിറ്റ് ഉറങ്ങും, അരമണിക്കൂർ പഠിക്കും, 5 മിനിറ്റ് ഉറങ്ങും. പക്ഷെ എല്ലാവരും ചോദിക്കും എന്നാ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചങ്ങോട്ട് ബാക്കി സമയം ഉറങ്ങിക്കൂടും. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. ഇങ്ങനെ രാവിലെ വരെ ഈ പരിപാടി നടക്കും. പക്ഷെ ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ ഈ പഠിച്ചത് വിഷ്വലൈസ് ചെയ്യും. പ്രത്യേകിച്ച് പുസ്തകത്തിലെ പേജ്, മെയിൻ ഹെഡിങ്, ഇതൊക്കെ
ഹിപ്നഗോജിക് വിഷ്വലൈസേഷൻ എന്നാണ് ഇതിന് പറയാം. അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയത്ത് നമ്മുടെ തലച്ചോറിലെ ചിന്തകൾ ചിത്രങ്ങളായിട്ട് മാറാൻ തുടങ്ങും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങാൻ തുടങ്ങി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായി ഉണരുകയും ചെയ്യുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് വിഷ്വലൈസ് ചെയ്താൽ തലച്ചോറ് അതിനൊരു ലക്ഷ്യമായിട്ട് കണക്കാക്കും. സംസാരിക്കാൻ പേടിയുണ്ടെന്നുള്ള എന്റെ ചിന്തയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ഭയവും ഒക്കെ മറികടന്ന് സ്റ്റേജിൽ എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചത് ഉറക്കത്തിൽ ഞാൻ ചെയ്ത ഈ സബ് കോൺഷ്യസ് ട്രെയിനിങ് ആവാം. അപ്പൊ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല? കാരണം ഓഫ് കോഴ്സ് ഞാനും അത് ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ 2 കാരണങ്ങളുണ്ട്. ഇമോഷണൽ ഇന്റൻസിറ്റി. ആ റിയാലിറ്റി ഷോയുടെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ സ്റ്റേജിൽ നിൽക്കാന്നുള്ളത് എന്റെ നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രശ്നമായിരുന്നു. എന്റെ ഉള്ളിൽ അത്രയും വലിയൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. സാധാരണ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളിലും ഇത്രയ്ക്ക് ഇന്റൻസ് ആയിട്ട് ഇമോഷൻ ഉണ്ടാവാറില്ല. വെറുതെയുള്ള ഉപരിപ്ലവമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും, നമ്മുടെ വികാരങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആഗ്രഹങ്ങളൊന്നും അബോധ മനസ്സിലേക്ക് ഇറങ്ങില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കതിൽ സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു. സീരിയസ്ലി ഞാൻ ഒരു തരി പോലും സംശയിച്ചില്ല. എനിക്ക് റിയാലിറ്റി ഷോയിൽ ജയിക്കണം എന്ന് ഭയങ്കര പിടിവാശിയൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു രസത്തിന് വിഷ്വലൈസ് ചെയ്ത് തുടങ്ങിയതാണ്. നമ്മളൊരു വലിയ കാറോ വീടോ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, ഇതൊക്കെ നടക്കുമോ എന്ന്. ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ചോദിച്ചില്ല. എനിക്ക് പേടിയില്ല, സംശയമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൂഡായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വർക്കായത്. നമ്മൾ പലരും വിചാരിക്കും എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത തലത്തിൽ നമ്മളെ എത്തിക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പറ്റും. നമ്മുടെ തലച്ചോറ് നടക്കുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചോ ലേറ്റന്റ് ലേണിങ്ങിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ.